നമസ്കാരം, ഞാൻ രാഹുൽ. ഓട്ടോഹോളിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ സ്ഥലം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂരുകാർക്ക്. കാരണം ഈ ഒരു സ്ഥലത്തെ അറിയുന്നത് തൃശ്ശൂരിലെ സ്വിറ്റ്സർലാൻഡ് എന്നാണ്. ചുറ്റും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സ്വിറ്റ്സർലാൻഡ് വൈബ് തന്നെയാണ് പുറമെ. ഇത്രയും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് EV ആണ്. അത് നമ്മുടെ പുതുതായി ലോഞ്ച് ചെയ്ത ടാറ്റയുടെ ടാറ്റ Tiago.EV. Big energy, no effort, look at me, that's pressure, I don't chase, I get her, I don't beg, I bless her. Big energy, no effort, look at me, that's pressure, I don't chase, I get her, I don't beg, I bless her. അപ്പൊ നമുക്ക് ടാറ്റ Tiago.EVയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. സോ ഫ്രണ്ട് സൈഡ് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, പഴയ Tiago.EV വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഫ്രണ്ടിലത്തെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഇത് ക്ലോസ്ഡ് ആയപ്പോൾ തന്നെ നല്ലൊരു എലഗന്റ് ഡിസൈൻ തന്നെ ടാറ്റയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിന്റെ ബമ്പർ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ആക്കിയിട്ട് പുതിയൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഇതിന്റെ ബമ്പർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അതും കൂടാണ്ട് തന്നെ പുതിയൊരു ടൈപ്പ് ഓഫ് ഹെഡ്ലൈറ്റ് ആണ് ഇവിടെ ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും ഒരു ഐബ്രോ ഷേപ്പിലുള്ളൊരു LED DRL വിത്ത് പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സെന്ററിൽ ഒരു ചെറിയ ഒരു ടാറ്റയുടെ ലോഗോയും നിങ്ങൾക്ക് കാണാം. അതിന് തൊട്ട് താഴെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ യൂണിറ്റും ഇവിടെ കാണാം ഫ്രണ്ടില്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ചെറിയ വണ്ടിയിൽ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. സെഗ്മെന്റിൽ വേറെ വണ്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടാറ്റ ടിയാഗോ പോലത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറിൽ 360 ഡിഗ്രി ക്യാമറ അവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ ഇത്രയൊക്കെയാണ് കൂടുതൽ നമ്മളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഡിസൈൻ വ്യത്യാസങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് സൈഡിലത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പം Tiago.EVയുടെ സൈഡിലത്തെ വിശേഷങ്ങളിൽ കിടക്കാം. അപ്പൊ സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ലോഗോ കാണാൻ പറ്റും. അത് എന്തായാലും അടിപൊളിയുണ്ട്. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ടാറ്റയുടെ ടിപ്പിക്കൽ ടൈപ്പ് ഒരു സൈഡ് വ്യൂ മിറർ കാണാം. ഇത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്, ഓപ്പറേറ്റബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ഒരു ടേണിംഗ് ഇൻഡിക്കേറ്റർ ഈ ഒരു സൈഡ് വ്യൂ മിററിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ താഴത്ത് 360 ഡിഗ്രി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിലോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടാം റൂഫിൽ വേറെ കളർ, ബോഡിക്ക് വേറെ കളർ. അതേപോലെ തന്നെ ഡുവൽ ടോൺഡ് ആയിട്ടാണ് ടാറ്റ Tiago.EVക്ക് കളർ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റൂഫിൽ ബ്ലാക്ക് ഔട്ട് ആണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന കളർ ഓപ്ഷൻ തന്നെയാണ്. ഒരുപാട് നല്ല വെറൈറ്റി കളേഴ്സ് നമുക്ക് Tiago.EVയിൽ ഉണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ കൂടുതലും പറഞ്ഞുതരാം. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഡോർ ഹാൻഡിൽ ഇത് നല്ല എലഗന്റ് ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും ഒരു ക്രോമിയം ഫിനിഷ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതും ഒരു റിക്വസ്റ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. ബി പില്ലർ ബ്ലാക്ക് ഔട്ട് ആണ്. പിന്നെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു പോർഷനാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ഇതൊരു ബ്ലാക്ക് സ്റ്റിക്കറാണ്. ഈ ഒരു ഡിസൈനോട് മെർജ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സൈഡിലോട്ട് നീണ്ടു നിൽക്കുന്ന ടൈപ്പ് ഓഫ് ടെയിൽ ലൈറ്റ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ 14 ഇഞ്ചിന്റെ അലോയ് വീൽസ് അല്ല, സ്റ്റീൽ വീൽസ് ആണ് കമ്പനി Tiagoയ്ക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു വീൽ അടച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ലൊരു ഡിസൈൻ, നല്ലൊരു ഗ്രേഷ് ഡിസൈൻ. അതിന് ഒരു വൈറ്റ് കുത്ത് പോലത്തെ ഒരു വെറൈറ്റി കളറായിട്ടുണ്ട് ഈ ഒരു വീൽ ആർച്ചിന്റെ മുകളിൽ ചെയ്തിട്ടുള്ള ഒരു ക്ലാഡിംഗ്. സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കൽ Tiagoന്റെ സൈഡ് കാണുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഡിസൈൻ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഭവങ്ങൾ. പിന്നെ അതുകൂടാതെ തന്നെ എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്, മുമ്പ് കൊടുത്തിരുന്ന ടാറ്റ EV എന്നുള്ള ലോഗോ ഇവിടെയായിരുന്നു. അത് മാറ്റിയിട്ട് താഴത്തോട്ട് കമ്പനി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഡിസൈനാണ്. നല്ല ഒതുക്കത്തോട് കൂടി തന്നെ ഈ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഹാച്ച് ബാക്കിൽ ടാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കിലത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ടാറ്റ Tiago.EVയുടെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ട്. സോ റയർ പോർഷൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് പഴയ Tiago.EV വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കണ്ണിൽ പെടാം ഈ ഒരു എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ഈ ടെയിൽ ലാമ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ടെയിൽ ലാമ്പ്സ് അല്ല, എന്നാലും നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതായത് ഒരു LED 3 ലൈൻസ് സ്ട്രിപ്സ് വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും അതിഗംഭീരമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിന് റിവേഴ്സ് ലൈറ്റ് എടുത്ത് വെച്ചിട്ട് മാറ്റിയിട്ട് നമുക്ക് താഴത്താണ് റിവേഴ്സ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പഴയ Tiago.EVയിൽ അല്ലാതെ ഹാലജൻ ടൈപ്പ് ലൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ Tiago.EVയിലേക്ക് വന്നപ്പോൾ എല്ലാതും LED ലാംപ്സിലേക്ക് മാറിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് തൊട്ട് ബാക്കിലത്തെ ടെയിൽ ലാമ്പ് വരെ. പിന്നെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്കൊരു ഷാർക്ക് ഫിൻ ആന്റിനയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
അതൊരു പ്രീമിയംനെസ് നമുക്ക് ഈ വണ്ടിക്ക് തോന്നിക്കും. അതുകൂടാതെ തന്നെ താഴത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു റയർ ഗ്ലാസ്സിൽ റയർ ഡിഫോഗർ ലൈൻസ് കൊടുത്ത് തന്നെ വളരെയധികം നല്ലൊരു ഡിസൈൻ കൺസെപ്റ്റാണ്. അതായത് ഇങ്ങനെ ഈ വൈപ്പർ എങ്ങനെയാണോ പോകുന്നത് അതേ രീതിക്ക് തന്നെ ആണ് ഈ ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു വൃത്തിയും ഒതുക്കവും ഈ വണ്ടിക്ക് സമ്മാനിക്കുന്നുണ്ട്. താഴത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ഒരു ചെറിയ ലോഗോ കാണാം, Tiago.ev എന്ന് പറയുന്ന ലെറ്ററിങ്ങും കാണാം. അതിനും താഴത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 360 ഡിഗ്രിയുടെ ബാക്കിൽ റിവേഴ്സ് ക്യാമറയും കാണാം. Tiago EVക്ക് റയർ വൈപ്പേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നോക്കേണ്ടത്. സോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് നമുക്ക് തുറക്കാം. ഏകദേശം ഒരു 240 ലിറ്ററിൻ്റെ ബൂട്ടാണ് കമ്പനി Tiago.ev പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ചാർജർ കേബിൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാം. സ്റ്റെപ്പിനി ആക്ച്വലി EVകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, EVയിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, സ്റ്റെപ്പിനി ഇല്ല. പക്ഷെങ്കിലും പഞ്ചർ കിറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലൊന്നും ബാക്കിലെ വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ടാറ്റ Tiago.ev. പലരും ചോദിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് സ്റ്റെപ്പിനി പ്രൊവൈഡ് ചെയ്തത് EVകളിലെന്ന്. കാരണം വേറെ ഒന്നല്ല, ബാറ്ററി പാക്ക് താഴത്ത് ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് ഫ്ലോർ ഭയങ്കരമായിട്ട് റേസ് ആയിട്ടിരിക്കുക. അതുകൊണ്ടാണ് സ്റ്റെപ്പിനി പ്രൊവൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം സ്റ്റെപ്പിനീസ് പ്രൊവൈഡ് ചെയ്യാത്തത്. അതിന് പകരമായിട്ട് നമുക്ക് കമ്പനി പഞ്ചർ കിറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ യാത്ര പോകുമ്പോൾ പഞ്ചർ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിനിന്ന് നമുക്ക് പഞ്ചർ കിറ്റ് എടുത്ത് ചെയ്യാം. അത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസ് പാക്കേജുകളും വരുന്ന എല്ലാ ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. സോ മനസ്സിലായാലും എന്തുകൊണ്ടാണ് നമുക്ക് EVകളിൽ സ്റ്റെപ്പിനി വരാത്തതെന്ന്. അപ്പോൾ ടാറ്റ Tiago.ev ഫുള്ളി ഒരു വാക്ക് അറൗണ്ട് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇന്റീരിയർ പോർഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ Tiago.ev ഇന്റീരിയർ പോർഷനിലേക്ക് വന്നേക്കാണ്. സോ ഇന്റീരിയറിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര റൂമി ആൻഡ് എയറി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതിന്റെ മെയിൻ കളർ തീം തന്നെയാണ് ഒരു ഗ്രേയും പിന്നെ അതിനോട് ചേർന്ന ഒരു വൈറ്റിഷ് ഫീലോട് കൂടി ഉള്ള കളർ തീമാണ് അവർ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഴയ ടാറ്റ Tiago.ev ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ ടാറ്റ Tiago.ev വന്നപ്പം. അതിന് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡ് കാണുന്ന സമയത്ത് നമുക്കൊരു CR ഡാഷ്ബോർഡിന്റെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതിന്റെ ഒരു ചെറിയൊരു ഡിസൈനൊക്കെ Tiago.ev കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ മെയിൻലി മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടാറ്റയുടെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗിൽ മെയിൻലി നമുക്ക് കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു പോർഷനറി ഇലിമിനേറ്റഡ് ലോഗോസ് ഒക്കെ വെച്ചിട്ടായിരുന്നു. അതിന് മെയിൻ പ്രോബ്ലം കസ്റ്റമേഴ്സ് പറഞ്ഞിരുന്നത് സ്ക്രാച്ചിങ് വരുന്ന സംഭവമായിരുന്നു. അപ്പൊ അത് കാരണം കുറെ പേര് ഇതിന്മേ ഒരു ഫിലിം ഒക്കെ ഒട്ടിച്ചിട്ടാണ് കൂടുതലും വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇതിൽ ആ പ്രോബ്ലം വരുന്നില്ല. ടാറ്റ കംപ്ലീറ്റ്ലി കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് തന്നെ സ്റ്റിയറിംഗ് വീല് ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇതിൽ എല്ലാ ഓപ്ഷൻസും കമ്പനി ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്, ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പിന്നെ എത്ര കിലോമീറ്റർ ഓടി, എത്ര പെർസെന്റേജ് ബാറ്ററി ബാക്കിയുണ്ട്, അങ്ങനെ റീജൻ മോഡ് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ചാർജ് എത്ര നമുക്ക് പെർസെന്റേജ് ലെഫ്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് ഒരു കുട്ടി സ്ക്രീനിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഡാഷ്ബോർഡ് നല്ലൊരു എലഗന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്, നല്ലൊരു പെപ്പിനെസ് എപ്പോഴും ഫീൽ ചെയ്യും നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ സ്റ്റിയറിംഗ് പിടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ. പിന്നെ എടുത്ത് പറയേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ AC വെൻസിന്റെ ആ ഒരു ഡിസൈനാണ്. നല്ല രീതിക്ക് ഒതുക്കി ഈ AC വെൻസ് ഒക്കെ ഈ ഒരു വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തെ പാസഞ്ചർ സൈഡിലാണെങ്കിലും ഡ്രൈവർ സൈഡിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു AC വെൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിക്കാണ് ഈ ഒരു AC വെൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടാം ഈ ഒരു വലിയ 10.25 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. AC, പിന്നെ അതേപോലെ തന്നെ ACയുടെ ഫാൻ സ്പീഡ് കാര്യങ്ങൾ, പിന്നെ മൾട്ടിമീഡിയ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും കൺട്രോൾ ചെയ്യാം. പ്ലസ് സ്റ്റിയറിംഗിലും അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം കമ്പനി നന്നായിട്ട് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നത് നമുക്ക് മനസ്സിലായി. മുമ്പൊക്കെ എന്താണെന്ന് വെച്ചാൽ ടാറ്റ വെഹിക്കിൾസിൽ കൂടുതലും നമ്മൾ ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഏരിയാസ് കണ്ടിരുന്നത്. കാരണം അതിൽ സ്ക്രാച്ചും ഫിംഗർ പ്രിന്റ്സും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു പോർഷനിൽ മാത്രമാണ് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ മാറ്റ് ഫിനിഷ്ഡ് ആണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ബട്ടൺസ് ഒക്കെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു പ്രീമിയം ഫിനിഷ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴത്തോട്ട് വരുന്ന സമയത്ത് ഡാഷ്ബോർഡിന്റെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറുമ്പോൾ വിചാരിക്കും ഇതൊരു വയർലെസ് ചാർജിങ് ഏരിയ ആണെന്നുള്ളത്. പക്ഷെ ഇത് വയർലെസ് ചാർജിങ് ഏരിയ അല്ല. വയർലെസ് ചാർജിങ് ഈ വാഹനത്തിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിന് പകരം 2 ഫോൺ വയ്ക്കാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗിയർ നോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, റൊട്ടേറ്റർ നോബ് പോലെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത്
എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ടിയാഗോ.ടിവിയുടെ സീറ്റിനെ കുറിച്ചാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും നോക്കുകയാണെന്നുണ്ടെങ്കിൽ EVയുടെ ഈ ഒരു വാഹനത്തിന്റെ കളറോട് ചേർന്ന് മിക്സ് ആയി നിൽക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക്കേറ്റഡ് മെറ്റീരിയൽ പോലത്തെ ഒരു സീറ്റ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ലോഞ്ചിന്റെ സമയത്ത് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് ഈ വാഹനത്തിലുള്ള ഒരു ആംറസ്റ്റ്. ഏതെങ്കിലും വണ്ടികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ ഒരു ആംറസ്റ്റ് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ചു വെക്കേണ്ടി വരും. പക്ഷെ കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിൽ നമുക്ക് കൈയൊക്കെ വെച്ച് യാത്രയൊക്കെ ചെയ്ത് പോവാം. ഈ ഒരു ആംറസ്റ്റിനുള്ളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഉള്ളിൽ തന്നെ 12 വോൾട്ടിന്റെ ചാർജിങ് ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് സിയാറ വാഹനത്തിൽ നിന്ന് കുറെ എലമെന്റ്സ് എടുത്തിട്ട് ടിയാഗോ.ടിവിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും. കമ്പനി വെച്ചിട്ടുണ്ട് നമുക്ക് തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോറിന്റെ ഹാൻഡിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷൻ ആണെന്നുണ്ടെങ്കിലും സിയാറയിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ടോഗിൾ സ്വിച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വില കൂടിയ ഹൈ ആൻഡ് പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. റേഞ്ച് റോവർ, ജാഗ്വർ പോലത്തെ വാഹനങ്ങളിൽ കണ്ടുവരുന്ന പോലത്തെ സ്വിച്ചസ് ഒക്കെയാണ് കമ്പനി ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മേലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റയർ വ്യൂ മിറർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ്സ് ഓൺ ആക്കാനോ ഓഫ് ആക്കാനുള്ള ഒരു പോർഷൻ ഉണ്ട്. സോ മൊത്തത്തിൽ ഡ്രൈവിംഗ് സീറ്റിലാണെങ്കിലും പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് മൊത്തത്തിൽ നല്ലൊരു റൂമി ആൻഡ് എയറി ഫീലോട് കൂടി തന്നെ ടിയാഗോ.ടിവിയുടെ ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ടിയാഗോ.ടിവിയുടെ റയറിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിലുള്ള ആദ്യത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റയർ IC വെൻസ് തന്നെയാണ്. അതെ, റയർ IC വെൻസ് അതും സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറാണ് ടിയാഗോ.ടിവിയുടെ ഉള്ളിൽ ടാറ്റ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് എന്തിനാ കൊടുത്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഓൾറെഡി ഈ AC ഭയങ്കര പവർഫുൾ ആണ്. അതുകൂടാതെ തന്നെ ബാക്കിലുള്ള യാത്രക്കാരുടെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് അഡീഷണൽ ഫീച്ചർ ആയിട്ട് ഇത് കൊടുത്തിട്ടുള്ളതാണ്. എന്നാലും അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കുഷനിങ്ങും തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ സീറ്റിനുള്ളത്. എൻ്റെ ഒരു ഡ്രൈവബിൾ ഡിസ്റ്റൻസിലാണ് ഈ ഒരു സീറ്റ് ഇട്ടെങ്കിലും ഈ ഒരു സ്കൂപ്പിംഗ് സീറ്റിന്റെ ബാക്കിൽ കൊടുത്തതുകൊണ്ട് നമുക്ക് മുട്ടൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കാൻ പറ്റും. ഞാൻ ഏകദേശം ഒരു 6 ഫീറ്റിന് മുകളിലുള്ള ഒരു വ്യക്തിയാണ്. എങ്കിൽ കൂടി ഇത്രയും ചെറിയൊരു വാഹനത്തിനുള്ളിൽ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ ഇതിന്റെ ബാക്കിൽ കിടന്നപ്പോൾ സാധാരണ ഒരു ഐസ് എഞ്ചിൻ വെഹിക്കിളിന്റെ ബാക്ക് സൈഡിൽ എങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് അതേപോലെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം EV ആണെന്നുണ്ടെങ്കിലും അടിയിലത്തെ ഫ്ലോർ ഒന്നും അത്ര റേസ്ഡ് അല്ല. ഫ്രണ്ട് സെന്ററിൽ ഒരു ടണൽ വരുന്നുണ്ട്. 4 പേർക്ക് സുഖമായിട്ട് ഈ വാഹനത്തിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലോട്ട് വരുമ്പോൾ അത്ര തന്നെയാണ് വിശേഷങ്ങൾ. ആംറസ്റ്റും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾ ആണല്ലോ. പിന്നെ ഇവിടെ ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്. പിന്നെ ബാക്കിലോട്ട് ഈ ഒരു ബാക്കിലത്തെ ഈ ഒരു ഡോർ പോർഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിലും സെയിം അതേപോലെ തന്നെ ഡിസൈൻ തന്നെയാണ് ഇതിലും കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ചെറിയൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഇന്റീരിയറിലെ വിശേഷങ്ങൾ. നമുക്കിനി ഡ്രൈവിലേക്ക് കിടക്കാം. I don't beg, I bless her, big energy, no effort, look at me, that's pressure, I don't chase, I get her, I don't beg. ടിയാഗോ.ടിവിയുടെ ഡ്രൈവിലേക്ക് കിടന്നേക്കാണ്. സോ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഇപ്പോഴത്തെ EVകളിൽ വരുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ചെറിയൊരു വാഹനത്തിൽ അതും ഇത്രയും ചെറിയൊരു 14 ഇഞ്ച് വീലൊക്കെയാണ് ഈ ഒരു ടിയാഗോ.ടിവിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലോഞ്ചിന്റെ സമയത്ത് ഷോറൂം മാനേജറോട് ചോദിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു ഈ ഒരു വാഹനത്തിന്റെ സസ്പെൻഷന്റെ ഒരു ടെക്നിക്കാലിറ്റീനെ കുറിച്ചിട്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല രീതിക്ക് റിഫൈൻഡ് ആണ് സസ്പെൻഷൻ. പിന്നെ വാഹനവും എൻവിസ് ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വാഹനത്തിന്റെ ഉള്ളിലേക്ക് ടയർ നോയ്സോ റോഡ് നോയ്സോ അധികം ഒന്നും കയറാത്ത രീതിക്ക് നന്നായിട്ട് ഇൻസുലേറ്റഡ് ആയിട്ടാണ് ടിയാഗോ.ടിവി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഡ്രൈവബിലിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെപ്പിനെസ് എപ്പോഴും ഫീൽ ചെയ്യും. EV ആയതുകൊണ്ട് ഒബ്വിയസ്ലി EVകൾ ഓടിക്കുമ്പോഴാണ് കൂടുതൽ എനിക്കൊരു പെപ്പിനെസ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ത്രോട്ടിൽ ആക്സലറേഷനും പിന്നെ അത് കൂടാതെ തന്നെ വണ്ടി ഓടിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു പെപ്പിനെസ്സും ഒരു ഹാൻഡ്ലിംഗ് ക്വാളിറ്റിയും എനിക്ക് EVകളിൽ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതേപോലത്തെ ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലും ഫീൽ ചെയ്യുന്നത്. ഇത് ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും ഈ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്സിന് ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അവിടെ ചോദിച്ച സമയത്ത് ലോഞ്ചിന്റെ സമയത്ത് പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ പലരും വിലപിടിപ്പുള്ള കാറുകൾ ഓടിക്കുന്ന കാലത്ത് സിറ്റി യൂസേജിന് വേണ്ടിയിട്ട് അത്രയും ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങൾ കൊണ്ടടക്കൽ കുറവാണ്. സോ ഒരു സിറ്റി യൂസേജിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വാഹനം സെക്കൻഡ് കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ടാറ്റ ടിയാഗോ.ടിവി. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷറി പ്രീമിയം വാഹനങ്ങളിൽ ഇരിക്കുന്ന ക്വാളിറ്റിയും ഡ്രൈവ് ക്വാളിറ്റിയും സെയിം നമുക്ക് ഈ ഒരു കുഞ്ഞൻ വാഹനത്തിൽ കിട്ടുന്നുണ്ട് എന്നാണ് അതിന്റെ ഒരു അർത്ഥം.
സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വാഹനമാണ്. അതായത് 8 ലക്ഷം രൂപയാണ് ബേസ് മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 11 ലക്ഷം രൂപയുടെ അടുത്താണ് ഫുൾ ഓപ്ഷന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വാഹനത്തിനേക്കാട്ടിലും അങ്ങേയറ്റത്തെ ഒരു പ്രീമിയംനെസ്സും ക്വാളിറ്റിയും ഡ്രൈവബിലിറ്റിയും ആ ഒരു ഡ്രൈവിംഗ് ക്വാളിറ്റിയാണ് ഈ ഒരു ടാറ്റ ടിയാഗോ.EV സമ്മാനിക്കുന്നത്. എപ്പോഴും ഒരു ചെറിയ വാഹനം ഓടിക്കുക എന്നുള്ള ഫീൽ അല്ല വരുന്നത്. ഇതിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ ഒരു വെഹിക്കിൾ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതായത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ആദ്യം കൊടുത്തിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ആ ഒരു AC വെന്റിലേഷൻ ആണ്. തീർച്ചയായിട്ടും അതൊരു ടാറ്റയുടെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. കാരണം ഈ ഒരു സെഗ്മെന്റിൽ, ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഹാച്ച് ബാക്കുകളിലും ബാക്കില് വെന്റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എയർ വെന്റിലേഷൻ വേറെ ഒരു വണ്ടികളിലും ഇല്ല. പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ടതാണ് നമുക്ക് ഈ ഒരു ആംറസ്റ്റ്. ഈ ഒരു ആംറസ്റ്റ് മുമ്പത്തെ ടാറ്റ ടിയാഗോ EVയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയംസ് കൂടാനായിട്ടുള്ള കാരണം പഴയ ടിയാഗോ EVനെ അപേക്ഷിച്ച് ഇതിന്റെ ഈ ഒരു ലുക്ക് നമ്മൾ നോക്കുന്ന സമയത്തുള്ള ഈ ഒരു 10.25 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പിന്നെ സിയാറയുടെ നിന്ന് കടം കൊണ്ടിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈനും, പിന്നെ അതിന്റെ സ്വിച്ചസും എലമെന്റ്സും എല്ലാം അതും ടാറ്റ ടിയാഗോ.EVയിൽ കൊണ്ടുവരാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും 20% റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സേഫ്റ്റിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ടാറ്റ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു വാഹനത്തിൽ ആയിട്ട് കൂടി അവർ 6 എയർ ബാഗ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്രൂയിസ് കൺട്രോൾ ആണെങ്കിൽ കൂടി ടാറ്റ ടിയാഗോ.EVയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റീജനറേഷൻ മോഡാണെന്നുണ്ടെങ്കിലും 360 ഡിഗ്രി ക്യാമറ, ഇതൊക്കെ തന്നെ ഫീച്ചേഴ്സ് ആണ്. 360 ഡിഗ്രി ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ നമ്മൾ വാക്ക് അറൗണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇതിൽ പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് റേഞ്ച് തന്നെയാണ്. അതെ, ഏതൊരു മിഡിൽ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഏതൊരു സെക്കൻഡ് കാർ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വാങ്ങിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പ്രീമിയം റൈഡ് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്ന എന്തുകൊണ്ടും നല്ലൊരു വാഹനം തന്നെയാണ് ടാറ്റ ടിയാഗോ.EV. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. കൈയെത്താവുന്ന ദൂരത്ത് തന്നെയാണ് ഇതിന്റെ കൺട്രോൾസും സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാതും വെച്ചിട്ടുള്ളത്. എല്ലാതും നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഫാമിലിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്, അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് കാർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടാറ്റ ടിയാഗോ.EV. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയ്ക്കുള്ളൂ. ഇനി നമുക്ക് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിയും റേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. 19 കിലോവാട്ടിന്റെയും 24 കിലോവാട്ടിന്റെയും ബാറ്ററി ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഓടിക്കുന്നത് 24 കിലോവാട്ടിന്റെ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. ലോവർ വേരിയന്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 19 കിലോവാട്ടിന്റെ ബാറ്ററിയാണ്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ റേഞ്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആയിട്ടുള്ള 24 കിലോവാട്ട് ബാറ്ററി കപ്പാസിറ്റി ഉള്ള വാഹനത്തിൽ നമുക്ക് ഏകദേശം ഒരു 215 കിലോമീറ്റർ റേഞ്ച് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ലോവർ വേരിയന്റ് ആയിട്ടുള്ള 19 കിലോവാട്ട് ബാറ്ററി കപ്പാസിറ്റി ഉള്ള വാഹനത്തിൽ കമ്പനി ഒരു 170 കിലോമീറ്റർ റേഞ്ച് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടാറ്റ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത സമയത്ത് 45% ആയിരുന്നു. ഏകദേശം ഒരു നന്നായിട്ട് ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-40 കിലോമീറ്ററിന് മുകളിലായിട്ട് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം ബാറ്ററി ഡ്രോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം, ഇത്രയും ചെറിയ വാഹനത്തിനുള്ളിൽ 360 ഡിഗ്രി ക്യാമറ കൊടുത്തതിന്റെ ഒരു ഉപകാരമാണ്. ശരിക്കും ലേഡീസിനൊക്കെ പറ്റിയ ഒരു വാഹനം തന്നെയാണ് ടാറ്റ ടിയാഗോ.EV. കാരണം ഇതില് 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സൈഡ് ഇൻഡിക്കേറ്റർ ഒക്കെ ഇടുന്ന സമയത്ത് നമുക്കൊരു ബ്ലൈൻഡ് വ്യൂ പോലെ ക്യാമറ നമുക്ക് ഡാഷ്ബോർഡിൽ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. കൂടാതെ തന്നെ ആ ക്യാമറയുടെ ക്വാളിറ്റി മറ്റുള്ള വാഹനങ്ങൾ ബ്രാൻഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാറ്റയുടെ ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പല EVസും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ എന്ന ബ്രാൻഡിന്റെ ക്യാമറാസ് ആണ്. നല്ല റെസൊല്യൂഷൻ ഉള്ള ക്യാമറാസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ഇത്രയും ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിൽ പോലും അവർ നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് നേരം ടാറ്റ ടിയാഗോ EV ഞാൻ ഓടിക്കുന്നു. ഞാൻ ഏകദേശം ഒരു 6 ഫീറ്റിന് മുകളിൽ ഹൈറ്റിൽ ഒരാളാണ്. ഇത്രയും ചെറിയ വാഹനം എനിക്ക് കണ്ടപ്പോൾ തോന്നിയില്ല എനിക്കതിൽ കയറി ഓടിക്കാൻ പറ്റും എന്നുള്ളത്. സോ ഞാൻ ഇത്രയും ഓടിച്ചിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ക്ഷീണമോ വേദനയോ ഒന്നുമില്ല. നല്ല കംഫോർട്ടബിൾ ആയിട്ട് നന്നായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ട് തന്നെ ഈ വാഹനം ഓടിക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നുണ്ട്. പിന്നെ വേറെ കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു കളർ ഓപ്ഷൻസ് ഒക്കെയാണ്. ഇപ്പൊ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ്. ഇപ്പൊ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ഡെറാഡൂൺ ഡ്യൂ എന്ന് പറഞ്ഞൊരു കളറാണ്. റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ
ആ ഒരു കളറാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തിരിഞ്ഞു നോക്കുന്നുണ്ട്, കാരണം അത്രയ്ക്ക് എലഗന്റ് ആണ് ഈ ഒരു പുതിയ ടാറ്റയുടെ ഈ കളറും പിന്നെ ചില ഡിസൈൻ എലമെന്റ്സും ഇപ്രാവശ്യം കമ്പനി ടാറ്റ ടിയാഗോ.EVക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുട്ടനല്ലൂരുള്ള ഹൈസം മോട്ടോഴ്സിന്റെ ടാറ്റ.EV ഷോറൂമിന് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ആകാശ് എന്റെ കൂടെ ഉണ്ട്. ആകാശ് ബ്രോ, അപ്പൊ കൂടുതൽ ടെസ്റ്റ് ഡ്രൈവ്സിനും വാഹനങ്ങൾ ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും കുട്ടനല്ലൂരുള്ള ടാറ്റ.EV ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകാശ് ബ്രോനെ കാണാം. സോ ആകാശ് ബ്രോന്റെ നമ്പർ ഞാൻ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആകാശ് ബ്രോനെ വിളിക്കുക, ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യുക, പിന്നെ അതുപോലെ വാഹനം ഓടിച്ചു നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയുക, ഫീഡ്ബാക്സ് ഒക്കെ പറയുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാതും കമന്റ്സിൽ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.